श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। अहल्यास्तुति। ज्ञानहो कृतार्थयाये जगन्नाथ നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന പാംസുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവത്പ്രസാദാതിരേകത്താൽ. അതിങ്ങെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗത്പദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യനജനലല്ലോ ഭവാൻ. ത്വത്പാദാംബുജപാം സുപവിത്രാ ഭാഗീരഥേ സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വത്പ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വത്പാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പിതു വൈകുണ്ഠ തത്കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചൊരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധമദ്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്ത്യൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചലും. യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തത്സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീ ദേവി താനും. ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനദ്വയനേകനവ്യക്തനാകുലൻ വേദ്യനല്ലാരാലുമെങ്ങാലും വേദാന്തവേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു
ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സിൽ ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദൻ ആത്മാരാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗദുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ. അഖണ്ഡൻ ബ്രഹ്മാ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി. വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാലനുധ്യേയം. മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമത്സ്യാങ്കിതം. മന്മനോ നികേതനം കൽമഷവിനാശനം നിർമ്മലാത്മാനാം പരമാസ്മദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗതാമാദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ. വചസാ വിഷയമല്ലാത്തൊരാനന്ദമല്ലോ. വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ. വാച്യനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണകർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിൻ തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മനസേ വിശ്വാത്മാവാം നിൻ തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിൻ തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ. ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ. സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ. സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ. സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ. തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ. തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ. നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ. നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ. സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭൂ. സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ.
മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിൻ തിരുവടിയായതെത്രയും മൂഢാത്മാവായി അന്ധയായുള്ളൊരു ഞാനെങ്ങനെ അറിയുന്നു നിൻ തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. എത്ര കുത്രാപി വസിച്ചിടിലുമെല്ലാ നാളും പുൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞപരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമഃ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗത്പദേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദീനനായക കോടി സദൃശപ്രഭം രാമം കരസാരസയുഗ സുധൃത ശരചാപം കരുണാകരം കാളജലദഭാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വലരത്ന കുണ്ടലാഞ്ജിതഗണ്ഡം കമലദളലോല വിമല വിലോചനം കമലോദ്ഭവനതം മനസാ രാമമീഡേ. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാത്മജയാകുമഹല്യതാനും പിങ്ങേ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി. ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാളഹല്യയും. സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം. ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ടി സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവുമേറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്തേയി സുരാപായി ധരണീസുരഹന്ത പിതൃമാതൃഹാ ഭോഗി. പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകി സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തനെന്നായിടി പറയേണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലയേതും. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടിവണ്ണമരുൾ ചെയ്താൻ.
ഞാൻ അഹോ കൃതാർത്ഥയായേൻ. ജഗന്നാഥ, നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ല ചൊല്ലാം, ഞാൻ എന്തുകൊണ്ടാണ് കൃതാർത്ഥയായത് എന്ന് ഞാൻ പറയാം. പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം. പത്മജൻ ബ്രഹ്മാവ്, രുദ്രൻ ശിവൻ, ഇവരാലൊക്കെ ഭഗവാനോട് അപേക്ഷിക്കപ്പെടുന്നത് ഭഗവാന്റെ പാദപത്മ സംലഗ്ന പാംസു, ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിൽ നിന്ന് ഉതിരുന്ന ആ ഒരു പൊടി ഏൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. എന്നാലോ അത് അവർക്ക് കിട്ടിയോ എന്ന് സംശയമാണ്. പക്ഷേ ലേശം ഇന്ന് എനിക്കല്ലോ സിദ്ധിച്ചു. ഭഗവാനെ, അങ്ങയുടെ ആ പാദരേണു എന്റെ ശിരസിൽ പതിച്ചുവല്ലോ ഭഗവാനെ. ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി എന്താണ് വേണ്ടത്? അത് ഭവത് പ്രസാദ അതിരേകത്താൽ, അങ്ങയ്ക്ക് എന്നോടുള്ള ആ ഒരു പ്രസാദത്താൽ, അതിന്റെ അതിരേകത്താലാണ്. അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും? ഇത് ആർക്കാണ് ഇങ്ങനെയൊക്കെ ലഭിക്കുക? എനിക്ക് സംശയമാണ്. ബഹുകൽപ്പം, അത്രയധികം കാലം ആരാധിച്ചാൽ പോലും ഭഗവാന്റെ ആ പാദദീക്ഷ ഏറ്റവും മഹത്തായ ദീക്ഷയാണത്രേ പാദദീക്ഷ. പാദം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുക, അങ്ങനെ ഒരു മഹാഭാഗ്യം ലഭിച്ചല്ലോ ഭഗവാനെ. ചിത്രം എത്രയും തവ ചേഷ്ടിതം. വളരെ വിചിത്രമാണ് ഭഗവാനെ അങ്ങയുടെ പല ചേഷ്ടകളും ലീലകളും. ജഗത്പതേ, മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം, അങ്ങ് മർത്യഭാവം പൂണ്ടിട്ട് ഇവിടെ ഞങ്ങളെയൊക്കെ ആ മായയിൽപ്പെടുത്തി ഞങ്ങളെയൊക്കെ അങ്ങ് മോഹിപ്പിക്കുന്നു. എന്നാൽ അങ്ങാവട്ടെ ആ മായാലേശമില്ലാത്ത ആനന്ദമയനായോരതിമായികൻ. ആ മായ അങ്ങയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ മായാധീശനാണ്, മായ അങ്ങയുടെ അധീനതയിലാണ്. അതാണ് അതിമായികൻ, അങ്ങ് പൂർണ്ണനാണ്. ന്യൂന അതിരേക ശൂന്യൻ, അങ്ങയിൽ ഒന്നും കുറവില്ല, ന്യൂനം അതില്ല, അതിരേകം ഒന്നും കൂടുതലുമല്ല, എല്ലാം പൂർണ്ണമാണ്. എന്നാൽ അങ്ങ് ശൂന്യനാണ്. ശൂന്യൻ എന്നാൽ ഇവിടെ അങ്ങല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ടാണ് അതിനെ പൂർണ്ണമെന്നും ശൂന്യമെന്നും എല്ലാം ഇങ്ങനെ രണ്ട് വിപരീത പദങ്ങളാലാണ് പൊതുവെ ബ്രഹ്മത്തെ വർണ്ണിക്കുക. അതങ്ങനെയേ പറയാൻ പറ്റുള്ളൂ എന്നാണ്. ഒപ്പം അചലനല്ലോ ഭവാൻ, അങ്ങ് ചലിക്കാത്തവനാണ്. കാരണം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതിന് പിന്നീട് ഒരു ചലനത്തിന്റെ ആവശ്യമില്ല. ത്വത്പാദാംബുജ പാംസു പവിത്ര ഭാഗീരഥി. ഭഗവാനെ, അങ്ങയുടെ ആ പാദം കഴുകിച്ച വെള്ളം, ആ ഒരു വാമനാവതാരത്തിൽ ഭഗവാൻ തന്റെ 3 അടി അളക്കാൻ വേണ്ടിയിട്ട് കാല് പൊക്കിയ സമയത്ത് സത്യലോകത്തിൽ വന്നെത്തിയ ആ കാല് ബ്രഹ്മാവ് കഴുകിച്ചപ്പോൾ അങ്ങനെ ആ വെള്ളമാണ് ഭാഗീരഥി, ഗംഗയായിട്ടൊഴുകിയത്. അങ്ങനെ അങ്ങയുടെ പാദാംബുജ പാംസു, അതിന്റെ ആ മണൽത്തരി, അങ്ങയുടെ പാദത്തിന്റെ ആ പൊടികളാൽ പവിത്രമാണ് ഭാഗീരഥി, ആ ഗംഗ. സർപ്പഭൂഷണ വിരിഞ്ചാദികൾ, സർപ്പഭൂഷണനായിട്ടുള്ള പരമശിവനും ബ്രഹ്മാദികൾ എല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വത്പ്രഭാവത്താലല്ലോ. ആ ലോകത്തെ മുഴുവൻ ശുദ്ധമാക്കിക്കൊണ്ടാണ് ഈ ഗംഗാനദി ഒഴുകി താഴേക്ക് വരുന്നത്. അതേസമയം സിദ്ധിച്ചേനല്ലോ ഞാനും ത്വത് പാദസ്പർശം. ഇപ്പോൾ അങ്ങനെയുള്ള അങ്ങയുടെ ആ പാദസ്പർശമാണല്ലോ ഭഗവാനെ എനിക്ക് ഇന്ന് ഏൽക്കാൻ സാധിച്ചത്. പണ്ട് ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പിതു വൈകുണ്ഠവാസനായ ഭഗവാനെ, എന്തൊരു സുഹൃതമായിരിക്കാം ഞാൻ മുൻ ജന്മങ്ങളിൽ ചെയ്തത്. തത്കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. തത്കുണ്ഠാത്മനാം എന്നാൽ ഭഗവാനിൽ
ആ ഒരു മനസ്സ് ഇല്ലാത്ത, മനസ്സ് സമർപ്പിക്കാത്തവർക്ക് ദുർലഭമാണ് ഭഗവാന്റെ ദർശനം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഭവം. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ല. അങ്ങനെയുള്ള അല്ലയോ വിഷ്ണു, അങ്ങ് മർത്യനായി അവതരിച്ചോരു പൂരുഷം ദേവം, അങ്ങ് മർത്യരൂപത്തിൽ അവതരിച്ചു. ചിത്തമോഹനം, മനസ്സിനെ മോഹിപ്പിക്കുന്ന, രമണീയ ദേഹിനം, മനോഹരമായ ദേഹകാന്തിയുള്ള രാമം, രാമനെന്നു പേരുള്ള അങ്ങ് ശുദ്ധം അദ്ഭുത വീര്യം, അങ്ങ് ശുദ്ധമാണ്, യാതൊരു കലർപ്പുമില്ലാത്ത, രജോ ഗുണത്തിന്റെയോ തമോ ഗുണത്തിന്റെയോ കലർപ്പില്ലാത്ത സത്വഗുണമാണ് അങ്ങയുടെ ഈ ശരീരം. അത് അദ്ഭുതമാണ്, അദ്ഭുതമായ വീര്യം, അത്രയും വീരപ്രദമാണ്. സുന്ദരം, ധനുർധരം, അങ്ങ് ചാപധാരിയാണ്. തത്വം അദ്വയം, അങ്ങ് തത്വസ്വരൂപനാണ്. അദ്വയം, രണ്ടില്ലാത്ത ഒന്നുമാത്രമായ ആ സത്തയാണങ്ങ്. സത്യസന്ധം ആദ്യന്തഹീനം, അങ്ങ് സത്യം മാത്രമായിട്ടുള്ള ആ വസ്തുവാണ്. അങ്ങയ്ക്ക് ആദിയുമില്ല അന്തവുമില്ല. നിത്യം അവ്യയം, അങ്ങനെയുള്ള അങ്ങയെ ഭജിച്ചിടുന്നേനി നിത്യം, അങ്ങയെ ഞാൻ എന്നും നിത്യവും ഞാൻ ഭജിച്ചിടുന്നു. ഭക്തിയൈവ, ഭക്തിയാൽ മാത്രമാണ് ഞാൻ അങ്ങയെ നിത്യവും ഭജിക്കുന്നത്. അതല്ലാതെ എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടല്ല. അതാണ് ഭക്തിയായേവ, ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങയെ ഭജിക്കുന്നത്. മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. അതേസമയം ഞാൻ മറ്റൊരു ശക്തിയെയും ഞാൻ ഭജിക്കുന്നില്ല. കാരണം അങ്ങ് ആ പരമാത്മസ്വരൂപനാണ്. അതാണ് അതിനൊരു കാരണമായിട്ട് പറയുന്നു. യാതൊരു പാദാംബുജം ആരായുന്നിതു വേദം. വേദവാക്യങ്ങളൊക്കെ ലക്ഷ്യമായിട്ട് പറയുന്നത് അങ്ങയുടെ ആ പാദാംബുജത്തിൽ ശരണം പ്രാപിക്കുകയാണ്. ഏതൊരാളിന്റെ പാദാംബുജമാണോ വേദം തിരയുന്നത്, അല്ലെങ്കിൽ നമ്മോട് തിരയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും, ഏതൊരു പരമാത്മാവിന്റെ, ആ നാരായണന്റെ നാഭിയിൽ നിന്നാണോ വിരിഞ്ചനുണ്ടായത്, യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ, ഏതൊരു ആ ഒരു സത്വമൂർത്തിയുടെ നാമമാണോ മഹാദേവൻ ജപിക്കുന്നത്, ചേതസ തത്സ്വാമിയെ, ആ ഭഗവാനെ ഞാനിതാ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും, ചന്ദ്രശേഖരൻ ശിവൻ, ഭാരതീരമണൻ, ഭാരതി വാണിദേവിയായ സരസ്വതിയുടെ ഭർത്താവിന്റെ സ്ഥാനമായിട്ട് ബ്രഹ്മാവിനെ പറയും. അങ്ങനെ ബ്രഹ്മാവും ഭാരതീദേവിയും, ഇനി ആ വാണീദേവി തന്നെയും ബ്രഹ്മലോകത്തിങ്കൽ നിന്ന്, ആ ബ്രഹ്മലോകത്തിങ്കൽ ഇരുന്ന് അന്വഹം എന്നും അങ്ങയെ കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം, കൽമഷത്തെ, നമ്മുടെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ആ രസായനമായിട്ടുള്ള, അമൃതിന് തുല്യമായിട്ടുള്ള ആ രാമചരിതം അവരെന്നും ആ ബ്രഹ്മലോകത്തിൽ ഇരുന്ന് കീർത്തിക്കുന്നുവല്ലോ ഭഗവാനെ. കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുവാനായി ഈ രാമചരിതം കീർത്തിക്കുന്നത് കൊണ്ട് ഈ ലോകത്തോടുള്ള നമ്മുടെ രാഗം, ആ ഒരു അറ്റാച്ച്മെന്റ്, അതുപോലെ ആഗ്രഹങ്ങൾ, എത്ര അനുഭവിച്ചാലും തീരാത്ത കാമനകൾ, ഇതൊക്കെ തീർന്നാൽ മാത്രമേ ആനന്ദം വരികയുള്ളൂ. അത് തീർന്ന് ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യൻ, അദ്വയൻ, ഏകൻ, അവ്യക്തൻ, അനാകുലൻ. ഈ പദങ്ങളുടെ ഒക്കെ അർത്ഥങ്ങൾ പലതവണ പറഞ്ഞതാണ്. അപ്പോ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഏതെങ്കിലും അർത്ഥം അറിയാതെ ഉണ്ട് എന്ന് തോന്നിയാൽ ചോദിക്കാം. വേദ്യനല്ല ആരാലുമെന്നാലും, ആരാലും അങ്ങയെ അറിയപ്പെടാൻ, വെറുതെ അങ്ങ് അറിയാൻ സാധ്യമല്ല. അങ്ങ് വേദാന്ത വേദ്യനാണ്. ഇതും മുന്നേ പറഞ്ഞതാണ്. ഉപനിഷത്ത് വാക്യങ്ങളാൽ മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ.
പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി. അങ്ങ് സ്വയംഭൂവാണ്. ഈ ലോകത്തിൽ അങ്ങ് ജനിച്ചവനല്ല, അങ്ങ് സ്വയം, അതായത് അങ്ങ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സകല ചരാചര ഗുരു, ഈ അചരങ്ങൾക്കും ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും എല്ലാറ്റിനും അങ്ങ് ഗുരുവാണ്, കാരുണ്യമൂർത്തിയാണ്. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ട് ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങ് ഈ ലോകത്തിൽ ഇടക്കൊക്കെ ഓരോ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നത് അങ്ങയെ സ്തുതിക്കുന്നതിലൂടെ പിന്നീട് ആ ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക്, ഈ ഭുവനത്തിങ്കലുള്ള എല്ലാ ജനങ്ങൾക്കും അനുഗ്രഹത്തെ വരുത്തുവാനാണല്ലോ ഭഗവാനെ അങ്ങ് ഓരോരോ രൂപം കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം എപ്പോഴും തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ ആത്മാരാമൻ അതന്ത്രൻ. അതന്ത്രൻ എന്ന വാക്കിന് ഊർജസ്വലനായിട്ടിരിക്കുക, എപ്പോഴും ആ ഒരു പ്രകാശസ്വരൂപനായിരിക്കുന്ന നിജമായാഗുണബിംബിതനായിട്ട്. ആ പരമാത്മാവ് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ പല രൂപങ്ങളായി കാണുന്നത്? ആ പരമാത്മാവ് ഒരു ബിംബമാണെങ്കിൽ ഈ മായയുടെ ഈ ആവരണം എന്നത് ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന പല രൂപങ്ങളാണ് നമുക്കിവിടെ പലതായിട്ട് ഇവിടെ പലതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മായാഗുണ ബിംബിതനായിട്ട്. അങ്ങനെയാണ് ഈ ജഗത് ഉദ്ഭവ സ്ഥിതി സംഹാരാദികൾ, ഈ ലോകമുണ്ട് എന്ന തോന്നല് പോലും അങ്ങനെയാണ്. അതിനുവേണ്ടി സ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ, ഇവിടെ എന്തെങ്കിലും ഒരു സൃഷ്ടി ചെയ്യുമ്പോൾ അതിന് കുറെ ആളുകൾ, അതിന്റെ ഒരു നായക സ്ഥാനത്ത് ആളുകൾ വേണം. അതിനായിട്ട് സ്ഥിതിക്ക്, ഉദ്ഭവത്തിന് ബ്രഹ്മാവ്, സ്ഥിതിക്ക് വിഷ്ണു, സംഹാരത്തിന് രുദ്രൻ, ഇങ്ങനെയുള്ള ഭേദങ്ങൾ കൊണ്ടുവന്നതും ഭഗവാനെ അങ്ങ് തന്നെയാണ്. അങ്ങ് അഖണ്ഡനാണ്. അതാണ് സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡനായിട്ടുള്ള, അങ്ങേക്ക് ഒരു ഭേദമില്ല. ശരിക്കും അങ്ങ് പൂർണ്ണനാണ്. എന്നാൽ ആ പൂർണ്ണനായിട്ടുള്ള അങ്ങ് തന്നെയാണ് ഈ മൂന്ന് രൂപങ്ങൾ പൂണ്ടിട്ട് ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി. അങ്ങാവട്ടെ സത്വരജ തമോ ഗുണങ്ങൾക്കൊക്കെ അതീതനാണ്. എന്നാൽ ഈ മായയിലേക്ക് വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗുണം കൂടുതലായിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ സത്വമൂർത്തിയായിട്ട് വിഷ്ണുവായും രജോമൂർത്തിയായിട്ട് ബ്രഹ്മാവും തമോമൂർത്തിയായിട്ട് രുദ്രനായിട്ടും, എന്നാലോ അങ്ങ് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ലാത്ത നിർഗുണമൂർത്തിയാണ്. വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കണം. എന്റെ മനസ്സിൽ ഭഗവാനെ അങ്ങെന്നും വസിക്കണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം, അങ്ങ് ഐശ്വര്യം, അതാണ് അങ്ങ്, ശ്രീമയമാണങ്ങ്. ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം. സാക്ഷാൽ മഹാലക്ഷ്മി ശ്രീദേവി തന്റെ പാണിദ്വയങ്ങളാൽ, തന്റെ രണ്ട് കൈകളാൽ പത്മം കൊണ്ട്, താമര കൊണ്ട് അങ്ങയെ അർച്ചിക്കുന്നു. മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അഭിമാനം ഇല്ലാതാക്കുന്നവരാണ് യോഗികൾ. അവരുടെ ഉള്ളിൽ ആ വ്യക്തിബോധം, അഹങ്കാരം ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് തന്നെ മാന അപമാന അഭിമാനബോധമില്ല. അതാണ് പറയുന്നത്, മാനഹീനന്മാരായിട്ടുള്ള ദിവ്യന്മാരായിട്ടുള്ള ആ സന്യാസിമാരാൽ, മഹർഷിമാരാൽ അങ്ങ് അനുധ്യേയം, എപ്പോഴും ധ്യാനിക്കപ്പെടുന്നു. എന്നാൽ അങ്ങാകട്ടെ ആ വാമനാവതാരത്തിൽ മാനാർത്ഥം, ഒരു അളവിന് വേണ്ടിയിട്ട് മഹാബലിയോട് ഞാൻ 3 അടി അളക്കാം എന്ന് പറഞ്ഞിട്ട്, അവിടെ മാനാർത്ഥം എന്നതിന് ഭഗവാന്റെ ഒരു അഭിമാനം കാക്കാൻ എന്നും വേണമെങ്കിൽ പറയാം. 3 അടി കൊണ്ട് ആക്രാന്ത ജഗത്രയം, ഈ 3 ലോകത്തെയും അങ്ങ് അളന്നെടുത്തുവല്ലോ ഭഗവാനെ. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം, ബ്രഹ്മാവിന്റെ കരങ്ങളാൽ ക്ഷാളിതം എന്നാൽ എപ്പോഴും കഴുകപ്പെടുന്ന, നിർമ്മലമാക്കപ്പെടുന്ന പത്മോപമം, ആ താമരയ്ക്ക് തുല്യമായിട്ട് നിർമ്മലമായിട്ടുള്ള
ശംഖചക്ര കുലിശ മത്സ്യ അങ്കിതം. ഇവിടെ ഭഗവാൻ സാധാരണ ശംഖചക്ര ഗദ താമര ഇതൊക്കെയാണ് പറയുക. പക്ഷെ ഇവിടെ കുലിശം എന്നാൽ മഴുവാണ്. മത്സ്യാങ്കിതം, അപ്പൊ മത്സ്യം മകരമത്സ്യത്തിന്റെ ആകൃതിയിലാണ് ഭഗവാന്റെ കുണ്ടലങ്ങൾ എന്നാണ് പറയുക. ഇങ്ങനെയൊക്കെ അടയാളപ്പെട്ട അങ്ങ് മനോനികേതനം, എന്റെ മനസ്സിൽ അങ്ങ് സ്ഥാനം ഉറപ്പിച്ച് അവിടെ അങ്ങനെ ഇരിക്കണം. കൽമഷവിനാശനം, എന്റെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന നിർമ്മലാത്മാനാം, നിർമ്മലാത്മാനാം പരം ആസ്പദം, നിർമ്മലാത്മാക്കളായിട്ടുള്ള ആ യോഗികൾക്ക് പരം ആസ്പദം, അങ്ങാണ് ആശ്രയം. അങ്ങനെയുള്ള അങ്ങയെ നമോസ്തുതേ. ജഗദാശ്രയം, ഈ ജഗത്തിനാശ്രയം അങ്ങാണ്. ജഗദാശ്രയം ഭവാൻ, ജഗത്തായതും ഭവാൻ, അങ്ങ് തന്നെയാണ് ഈ ജഗത്തും. ജഗതാം ആദിഭൂതനായതും ഭവാനല്ലോ, ഈ ജഗത്തിന് ആദ്യം ഉണ്ടായതും അങ്ങ് തന്നെയാണല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ, അങ്ങയിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നതെങ്കിലും ഒന്നിനോടും അങ്ങ് ഒട്ടിപ്പിടിക്കുന്നില്ല, അതാണ് അസക്തനാണ് ഭവാൻ. നിർവികാരാത്മാ, വികാരങ്ങളില്ല, മാറ്റങ്ങളില്ലാത്തവനാണ്. സാക്ഷിഭൂതനായതും ഭവാൻ, ഈ ലോകത്തിന്റെ സാക്ഷിയായിട്ടിരിക്കുന്നവനാണ് ഭവാൻ. അജൻ, അവ്യയൻ, ഭവാൻ അജിതൻ, അജിതൻ ആരാലും ജയിക്കപ്പെടാത്തവനാണ്. നിരഞ്ജനൻ, അഞ്ജനം കൺമഷി, അന്ധകാരത്തിന്റെ ആ ഒരു അജ്ഞാനത്തിന്റെ ഒരു ഉപമിക്കാനാണ് പറയുക, അജ്ഞാനത്തോട് ഉപമിക്കുന്നു. അങ്ങനെ നിരഞ്ജനൻ എന്നാൽ നിർമ്മലൻ. വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ ഭഗവാനെ, അങ്ങയിലുള്ള ഭക്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദത്തെ നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ സാധ്യമല്ല. ഇങ്ങനെ വാച്യവാചക ഉഭയഭേദേന, വാച്യം അത് പറയപ്പെടേണ്ടതും വാചകം ആ പറയപ്പെടേണ്ട വാക്കും ഈ രണ്ട് ഭേദത്താൽ, അതായത് അങ്ങയെ സ്തുതിക്കുന്ന സമയത്ത് ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അതിന്റെ അർത്ഥത്തോടുകൂടെ എന്റെ മനസ്സിൽ ജഗന്മയൻ ഭഗവാൻ വാച്യനായി വരേണമേ, എന്റെ ഉള്ളിൽ അങ്ങ് തെളിയണം. അങ്ങയെ സ്തുതിക്കുമ്പോൾ വാക്കുകൾ അർത്ഥത്തോടുകൂടെ വരേണമേ. വാക്കിന് സദാമമ, എന്റെ വാക്കിന് അങ്ങ് അർത്ഥത്തോടുകൂടെ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണമേ ഭഗവാനെ. കാര്യകാരണ കർത്തൃഫല സാധന ഭേദം. ഈ ലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകം കാര്യമാണ്. ആ കാര്യമായ ലോകത്തിനൊരു കാരണമുണ്ടാകണം, അതിനൊരു കർത്താവുണ്ടാകണം. ഇങ്ങനെയുള്ള ഫലസാധന ഭേദം, ഇങ്ങനെയുള്ള ഭേദങ്ങൾ നമുക്കങ്ങനെ തോന്നുന്നത് മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. നമുക്കതൊക്കെ ഈ മായയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ഒരു എന്തോ ഒന്നിൽ നിന്ന് ഉണ്ടായതാണെന്നും ഇതിന്റെ ഉദ്ഭവം എന്താണെന്നൊക്കെ നമ്മൾ തേടിപ്പോകുന്നത് ഈ മായയാൽ ഭ്രമിക്കപ്പെടുന്നത് കൊണ്ടാണ്. കേവലമെന്നാകിലും അങ്ങ് കേവല സ്വരൂപനാണ്, അങ്ങയ്ക്ക് ഒന്നിനും ആശ്രയമില്ല, അങ്ങ് ആ ആത്മസ്വരൂപനായിട്ട് തന്നെ ഇരിക്കുന്നവനാണ്. എങ്കിലും നിന്തിരുവടി അത് അങ്ങ് അങ്ങനെയാണ് എങ്കിൽ പോലും സേവകന്മാർക്കു പോലും, അങ്ങയിൽ ഭക്തി ചെയ്യുന്നവർക്ക് പോലും അറിവാൻ അരുതല്ലോ, അത് പലർക്കും അറിയുന്നില്ലല്ലോ ഭഗവാനെ. കാരണം ത്വന്മായാവിമോഹിത ചേതസാമജ്ഞാനിനാം, കാരണം ഭക്തന്മാരെന്ന് പറയുമ്പോൾ തന്നെ അവരും ഈ മായാലോകത്താണുള്ളത്. അതുകൊണ്ട് വിമോഹിതമായ ചേതസ് ഉള്ളതിനാൽ ആ അജ്ഞാനികൾക്ക് ത്വന്മാഹാത്മ്യങ്ങൾ, അങ്ങയുടെ ശരിയായ മാഹാത്മ്യം നേരെ അറിഞ്ഞുകൂടായല്ലോ, ആർക്കും അറിയുന്നില്ലല്ലോ ഭഗവാനെ. മാനസേ വിശ്വാത്മാവാം നിൻ തിരുവടി തന്നെ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആത്മാവായിരിക്കുന്ന അങ്ങയെ, അങ്ങ് ചിലപ്പോഴൊക്കെ ഒരു അവതാരം സ്വീകരിച്ചു വരുമ്പോൾ എന്നെപ്പോലെ ഒരു മനുഷ്യനാണ് അങ്ങുമെന്ന് ഓരോരുത്തരും കരുതുന്നു. അതാണ് മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. അങ്ങനെ അജ്ഞാനികളായിട്ടുള്ള ആളുകളാണ് ഭഗവാനെ ഒരു മനുഷ്യൻ മാത്രമായിട്ട് കണ്ടിട്ട്
ശ്രീരാമചന്ദ്രൻ അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, എന്താ അങ്ങനെ ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള വിമർശനം അജ്ഞാനികളുടെ ഭാഗത്തു നിന്നേ ഉണ്ടാവുകയുള്ളൂ. അങ്ങയുടെ ആ ചേഷ്ടയെ അതിനെ വിലയിരുത്താനൊക്കെ ഈ മായാലോകത്ത് കിടക്കുന്ന മനുഷ്യർക്ക് എങ്ങനെ സാധിക്കാനാണ്? അങ്ങ് പുറത്തും അകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ. അങ്ങ് ആകാശം പോലെയാണ്. ആകാശം എന്നാൽ നമ്മൾ മുകളിൽ കാണുന്നത് എന്നല്ല, സ്പേസ് എന്നർത്ഥം. നമ്മുടെ ശരീരം മുഴുവൻ സ്പേസ് ഉണ്ട്, പുറത്തും സ്പേസ് ഉണ്ട്, ഉള്ളിലും സ്പേസ് ഉണ്ട്. ഇതേപോലെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അങ്ങ്. നിത്യം അത് അങ്ങ് തന്നെയാണല്ലോ. ശുദ്ധൻ, അദ്വയൻ, സമൻ, നിത്യൻ, നിർമ്മലൻ, ഏകൻ, ബുദ്ധൻ. ബുദ്ധൻ എന്നാൽ തത്വം കൊണ്ട് മാത്രം അറിയപ്പെടുന്നവൻ. അവ്യക്തൻ എന്നാൽ അവ്യക്തമാണ് താനും, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധ്യമല്ല. ശാന്തൻ, അസംഗൻ, ഒന്നിനോടും ഒട്ടിച്ചേരാത്തവൻ. നിരാകാരൻ, യഥാർത്ഥത്തിൽ ഭഗവാന് ഒരു ആകാരവും ആകൃതിയുമില്ല. സത്വാദി ഗുണത്രയയുക്തയാം ശക്തിയുക്തൻ. ആ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ ഓരോ സൃഷ്ടി നടത്തുന്നത് തന്റെ തന്നെ സത്വാദി ഗുണത്രയയുക്തയായിട്ടുള്ള സത്വരജ തമോ ഗുണങ്ങളോട് കൂടിയ ആ മായാശക്തിയോട് കൂടിയവനാണങ്ങ്. ആ മായാശക്തി അങ്ങയുടെ തന്നെ ഒരു ഭാഗമാണ്. അതാവട്ടെ സത്വാദി ഗുണത്രയയുക്തയാണ്. ആ പരാശക്തിയോടുകൂടിയാണ് അങ്ങ്. ആ പരാശക്തിയെ ഉപയോഗിച്ചാണ് ഇവിടെ സൃഷ്ടി നടത്തുന്നത്. ഇങ്ങനെ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ജീവാത്മാവായിരിക്കുന്നതും ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ. ഭക്താനാം മുക്തിപ്രദൻ, അങ്ങയിൽ മനസ്സ് വെച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് ആ ഭക്തി മുക്തിയിലേക്ക് നയിക്കുന്നു. ഇനി യുക്താനാം, അങ്ങയിൽ സ്വതവേ മനസ്സ് ലയിപ്പിച്ചിരിക്കുന്നവർക്ക് അങ്ങ് യോഗപ്രദനാണ്. മോക്ഷത്തെ, അത് അങ്ങയിലേക്ക് ചേരുന്നു, സായുജ്യ മോക്ഷത്തെ തരുന്നു. സക്താനാം ഭുക്തിപ്രദൻ, എന്നാൽ ഈ ലോകത്തോട് ശക്തി ഉള്ളവർക്കാണെങ്കിൽ ഭഗവാനെ തന്റെ ചില ആഗ്രഹങ്ങൾക്ക് മാത്രമായിട്ട് വിളിക്കുന്നവർക്ക് പോലും ഭഗവാൻ അവരാഗ്രഹിക്കുന്ന ഭുക്തിയെ പ്രദൻ കൊടുക്കുന്നു. അതാണ് സക്താനാം ഭുക്തിപ്രദൻ. ലൗകികരായ ആളുകൾക്ക് അവരാഗ്രഹിക്കുന്നതും കൊടുക്കുന്നു. സിദ്ധാനാം സിദ്ധിപ്രദൻ, പലതരത്തിലുള്ള സിദ്ധികളുള്ളവർക്ക് ആ സിദ്ധിയെ പ്രദാനം ചെയ്യുന്നത് ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ. തത്വാധാരാത്മാ, തത്വം തന്നെയാണ് അങ്ങ്, എല്ലാറ്റിനും ആധാരമാണ് അങ്ങ്. ദേവൻ, സകല ജഗന്മയൻ, തത്വജ്ഞൻ, തത്വം കൊണ്ട് മാത്രം അറിയാവുന്നവൻ. നിരുപമൻ, അങ്ങയോട് ഉപമിക്കാൻ ഇവിടെ ഒന്നുമില്ല. നിഷ്കളൻ, നിരഞ്ജനൻ, നിർഗുണൻ, നിശ്ചഞ്ചലൻ, നിർമ്മലൻ, നിരാധാരൻ, നിഷ്ക്രിയൻ, നിഷ്കാരണൻ. അങ്ങേക്കൊരു കാരണമില്ല. അങ്ങ് ഇവിടെ ഉണ്ടാവാൻ എന്ത് കാരണം എന്ന് വെച്ചാൽ അതിന് ഉത്തരമില്ല. നിരഹങ്കാരൻ, തന്റേത് എന്നൊരു വ്യക്തിബോധമില്ല. ഇവിടെ എല്ലാം ഭഗവാനാണ്. ആ ആത്മബോധത്തിൽ ബോധസ്വരൂപനായിരിക്കുന്നവനാണ് അങ്ങ്. നിത്യനാണ്. സത്യജ്ഞാന അനന്ത ആനന്ദാമൃതാത്മകൻ, അങ്ങ് അനന്തനാണ്. അങ്ങക്ക് അറ്റമില്ല. അങ്ങയുടെ തുടക്കമേത് ഒടുക്കമേത് അറിയാൻ സാധ്യമല്ല. അമൃതാത്മകൻ, പരൻ, സത്താമാത്രാത്മ, അങ്ങ് സത്ത് മാത്രമാണ്, ഉണ്മയാണ് അങ്ങ്. പരമാത്മാ, സർവാത്മാ, വിഭു, എല്ലാറ്റിന്റെയും അധീശനാണ്, ഈശനാണ്. സച്ചിത് ബ്രഹ്മാത്മാ, സത്തായിരിക്കുന്ന ചിത്ത്, ബോധമായിരിക്കുന്ന ബ്രഹ്മം, അത് തന്നെ ആത്മാവായിരിക്കുന്നവനാണങ്ങ്. സമസ്തേശ്വരൻ, മഹേശ്വരൻ, അച്യുതൻ, ഒരു ച്യുതിയുമില്ലാത്തവൻ, ആദിനാഥൻ, സർവദേവതാമയൻ. ഇവിടെ പല വാക്കുകളും ഉപയോഗിച്ചത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവദേവതാമയൻ, നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായ അന്ധയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു? ഇതൊക്കെ ആയിട്ടുള്ള അങ്ങയെ ഇപ്പോൾ എന്തോ കാരണം കൊണ്ട് അങ്ങയുടെ ആ ഒരു ദർശനം കിട്ടിയപ്പോൾ എന്റെ ഉള്ളിലെ മായയുടെ ഒരു അംശം കുറച്ച്
മാറിപ്പോയത് കൊണ്ടോ എന്തോ അങ്ങയെ എനിക്ക് കുറച്ചൊക്കെ അറിയാൻ സാധിക്കുന്നു. എന്നാൽ പോലും ഞാൻ മൂഢാത്മാവാണ്, ഈ മായയിൽ കഴിയുന്നവളാണ്. അതുകൊണ്ട് തന്നെ അന്ധയാണ്. അജ്ഞാനം കൊണ്ട് അന്ധയായ ഈ ഉള്ളവൾ അങ്ങയെ എങ്ങനെ അറിയാനാണ്? നിന്തിരുവടിയുടെ തത്വം, അങ്ങയുടെ തത്വം എനിക്കറിയാൻ സാധ്യമല്ല. എന്നാലും ഞാനോ, പക്ഷെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത് മാത്രമാണ്. സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. ഭഗവാനെ അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. എത്ര കുത്രാവി, എവിടെയൊക്കെ ആയാലും, ഏത് സാഹചര്യത്തിൽ വസിച്ചീടിലും, എല്ലാ നാടും, എല്ലാ നേരവും, എല്ലാ ദിവസവും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതെ അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളിൽ ഇളക്കം തട്ടാത്തൊരു ഭക്തിയുണ്ടാക വേണമെന്ന് ഒഴിഞ്ഞപരം എനിക്ക് വേറെ ഒരാഗ്രഹവുമില്ല ഭഗവാനെ. അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളിൽ ഇളക്കം തട്ടാത്ത ഭക്തി വേണം എന്നൊഴിഞ്ഞ്, അതല്ലാതെ അപരം ഞാൻ, മറ്റൊന്ന് ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ. എല്ലാ കർമ്മവും ഭഗവാനെ അങ്ങയിൽ ഞാൻ അർപ്പിക്കുന്നു. സമസ്തം അപരാധം ക്ഷമസ്വ ജഗത്പദേ. ഞാൻ ചെയ്തു പോയിട്ടുള്ള എന്റെ എല്ലാ അപരാധവും ഭഗവാനെ ക്ഷമിക്കണമേ. ജനന മരണ ദുഃഖാപഹം, ജനന മരണത്തിന്റെ ഒക്കെ ആ ദുഃഖം അതിനെ ഇല്ലാണ്ടാക്കുന്ന ജഗന്നാഥം, ആ ജഗന്നാഥനായിരിക്കുന്ന ദിനനായക കോടി സദൃശപ്രഭം. ദിനനായകൻ സൂര്യൻ. ഒരു കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ എന്ന പോലെ പ്രഭം, ആ ഒരു ഉജ്ജ്വല തേജസ്സുള്ള രാമം, രാമസ്വരൂപനായിട്ട് രാമനായിട്ടിരിക്കുന്ന അങ്ങയെ കരസാരസ യുഗ സുധൃത ശരചാപം. കരസാരസം, സാരസം താമര, താമര പോലെയുള്ള അങ്ങയുടെ കരം, കരയുഗം, രണ്ട് കൈകളിലായിട്ട് അങ്ങ് സുധൃതം ധരിച്ചിരിക്കുന്നു. ശരചാപം, അങ്ങ് ചാപവും അമ്പും വില്ലും ധരിച്ചിരിക്കുന്നു. കരുണാകരം, കരുണാമൂർത്തിയായിട്ടുള്ള കാള ജലദ ഭാസം. കാളം കറുത്തത്, ജലദം മേഘം, അപ്പൊ കാർമേഘം. ആ കാർമേഘം പോലെ ഭാസം പ്രകാശിക്കുന്ന ആ നിറത്തോടുകൂടിയ അങ്ങയെ രാമം. കനക രുചിര ദിവ്യാംബരം. കനകം സ്വർണം, സ്വർണ രുചിരം, അതിന്റെ ആ തിളക്കത്തിലുള്ള ആ ദിവ്യമായിട്ടുള്ള അമ്പരം, വസ്ത്രം, മഞ്ഞപ്പട്ട്. ഇങ്ങനെയുള്ള രമാവരം, രമയുടെ വല്ലഭനായിട്ടുള്ള കനകോജ്വല രത്ന കുണ്ടല അഞ്ചിത ഗണ്ഡം. കനക ഉജ്വലം, ഉജ്വലമായിട്ട് തിളങ്ങുന്ന രത്നകുണ്ടലം, രത്നം കൊണ്ടുണ്ടാക്കിയ ആ ഒരു കർണാഭരണം ധരിച്ചതുകൊണ്ട് അഞ്ചിതം, അതിന്റെ പ്രകാശത്താൽ തിളങ്ങുന്ന ഗണ്ഡം, അങ്ങയുടെ കവിൾത്തടം. കമലദള ലോല വിമല വിലോചനം. കമലദളം, ആ താമരയുടെ ദളം പോലെ വിമലമായിട്ടുള്ള കണ്ണുകൾ, താമരക്കണ്ണനായിരിക്കുന്ന കമലോദ്ഭവ നതം, കമലോദ്ഭവനായ ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെടുന്നവനായ ആ രാമം മനസാ ഈടെ ഞാനുമിതാ മനസ്സുകൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. ഇങ്ങനെ പുറതസ്ഥിതം, തന്റെ മുന്നിൽ നിൽക്കുന്ന സാക്ഷാദീശ്വരം രഘുനാഥം, ആ ഈശ്വരൻ തന്നെയായിട്ടുള്ള രഘുനാഥനെ, പുരുഷോത്തമം, പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ കൂപ്പിസ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാത്മജയാകും അഹല്യതാനും, ബ്രഹ്മാവിന്റെ മകളായ ആ അഹല്യ പിന്നെ ലോകേശ്വര അനുജ്ഞയ, ലോകേശ്വരനായ ശ്രീരാമചന്ദ്രന്റെ ആ അനുവാദത്തോടെ പോയിതു പവിത്രയായി. അങ്ങനെ പരിശുദ്ധയായിട്ട് അവൾ ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടൻ ആധിയും തീർത്തു വസിച്ചിടിനാൾ അഹല്യയും. മുൻപ് ഗൗതമൻ പറഞ്ഞതുപോലെ അങ്ങനെ തന്റെ ഭർത്താവായ ഗൗതമന്റെ അടുത്തേക്ക് പോയി ആധിയൊക്കെ തീർന്ന് അങ്ങനെ സുഖമായിട്ട് അഹല്യ വസിച്ചു. ഇനി ഇത് കേൾക്കുന്ന
നമുക്കുള്ള ഒരു ഒരു എന്താണ് ഒരു സമ്മാനം തരികയാണ്. ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായിട്ട് അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും. പരമമായ ആനന്ദത്തെ പ്രാപിക്കും. അവിടെ ഭക്തിയോടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്തി എന്നാൽ ഭഗവാനിലുള്ള രതി, ആ ഒരു ഇഷ്ടം, ആ ഇഷ്ടക്കൂടുതലോടുകൂടെ ഈ സ്തുതി ജപിച്ചിടുന്ന പുമാൻ മനുഷ്യൻ എല്ലാ പാപങ്ങളും തീർന്നിട്ട് പരമമായ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കും. അത്രയല്ല, മാത്രമല്ല വരും ഐഹിക സൗഖ്യം. ഈ ലോകത്തിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും വരും. പുരുഷന്മാർക്ക് അങ്ങനെയുള്ള ആ പുരുഷന്മാർ എന്ന് ഒരു പൊതുവായി പറഞ്ഞതാണ്. എല്ലാ ഭക്തന്മാർക്കും നൂനം തീർച്ചയാണ്. ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് തന്റെ ഉള്ളിൽ ഭഗവാനെ അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ഈ സ്തുതി ജപിച്ചേടിൽ സാധിക്കും സകലവും. എന്താഗ്രഹവും സാധിക്കും. പുത്രാർത്ഥി ജപിക്കിലോ, ഒരു പുത്രനെ വേണം. വർഷങ്ങളായിട്ട് പുത്രനില്ലാത്ത ദുഃഖത്തിലിരിക്കുന്ന ഒരു സ്ത്രീ ജപിച്ചാൽ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചീടിൽ, അർത്ഥം ധനം വേണമെന്ന് ആഗ്രഹിച്ച് ജപിച്ചാൽ അർത്ഥവുമേറ്റമുണ്ടാം. ഇനി പറയുന്നു പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്തവരെ കുറിച്ച് പറയുന്നു. ഗുരു തൽപകൻ, ഇവിടെ ഗുരുവിന്റെ തൽപ്പത്തിൽ ശയിക്കുന്നവൻ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ പത്നിയെ ആഗ്രഹിക്കുക, അങ്ങനെ അത് അത്രയും വലിയ തെറ്റാണ്. കനകസ്ഥേ, സ്വർണം മോഷ്ടിക്കുന്നയാൾ. സുരാപായി, മദ്യപാനം ചെയ്യുന്നയാൾ. ധരണീസുരഹന്ത, ധരണീസുരൻ ബ്രാഹ്മണന്മാർ, അവരെ കൊല്ലുക. പിതൃമാതൃഹ, അച്ഛനെയോ അമ്മയെയോ കൊല്ലുക. ഭോഗി, എന്നും വിഷയാസക്തനായിട്ട് ജീവിക്കുക. ഇങ്ങനെ പുരുഷ അധമനേറ്റം, ഒരുപക്ഷെ ഒരു കാലത്ത് ഇങ്ങനെ ഏറ്റവും അധമമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചെങ്കിലും അവൻ എപ്പോഴെങ്കിലും രത്നാകരനൊരു മനം മാറ്റം വന്ന പോലെ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം, അങ്ങനെയുള്ള ഭഗവാനെ ചേതസി, തന്റെ മനസ്സിൽ രാമചന്ദ്രം, ആ രാമചന്ദ്രനെ ധ്യാനിച്ച് ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. അവിടെ യാതൊരു സംശയവുമില്ലാതെ പറയുന്നു, ഇങ്ങനെയുള്ളവർക്ക് പോലും മോക്ഷം ലഭിക്കുമെങ്കിൽ സദ്വൃത്തനെന്നായിടിൽ പറയണമോ, മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. ഇവർക്ക് പോലും മോക്ഷം കിട്ടുമെങ്കിൽ അപ്പോൾ പിന്നെ സദ്വൃത്തനായിട്ടിരിക്കുന്ന ഒരാൾക്ക് സദ്യ അപ്പോൾ തന്നെ, ഇത് വായിക്കുന്ന ആ നിമിഷം തന്നെ ഉള്ളിൽ ആനന്ദം ഉറവയായിട്ട് ആനന്ദത്തിന്റെ ഉറവ പൊട്ടും. അത് തന്നെയാണ് മോക്ഷം. അങ്ങനെ സന്ദേഹമില്ല ഏതും. ഇങ്ങനെ വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണം അരുൾ ചെയ്താൻ. അങ്ങനെ അഹല്യ സ്തുതി കഴിഞ്ഞു. അഹല്യ അവിടുന്ന് പോയി. ഭഗവാൻ ഇത് പ്രഖ്യാപിച്ചും കഴിഞ്ഞപ്പോൾ പിന്നീട് വിശ്വാമിത്രൻ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. ഓം ശ്രീരാമചന്ദ്രായ നമഃ.